അപ്പാത്തിച്ചോലയിലെ കയ്യേറ്റ ഭൂമിയിലെ കുരിശ് മാറ്റിയതിനെതിരെ മുഖ്യമന്ത്രിയും മണിയാശാനുമൊക്കെ ഉറഞ്ഞു തുള്ളിയത് എന്തിനാണെന്ന് ഇതുവരെ കേരളത്തിലെ ജനങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുമെന്നും കുരിശ് യുദ്ധം ഉണ്ടാവുമെന്നൊക്കെ പാർട്ടിക്കാരിങ്ങനെ ക്ലാസ് എടുത്തും ന്യായീകരണങ്ങൾ പടച്ചുവിട്ടും പോകുന്നുണ്ടെങ്കിലും എവിടെയോ എന്തോ ഒരു സംശയം ഇവർക്ക് പോലും ഇല്ലാതില്ല. അപ്പോഴാണ് ഷിബു ബേബി ജോൺ പ്രത്യക്ഷപ്പെടുന്നത്. സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടന കൈവശം വെച്ചിരുന്ന 2000 ഏക്കർ എന്ന് പറയപ്പെടുന്ന ഭൂമിയും അതിലെ കുരിശ് നീക്കിയതുമാണ്. ഇത് CPM-നെ എന്തുകൊണ്ട് ഇത്രയും ഹാലിളക്കി ആ ചെയ്ത ഉദ്യോഗസ്ഥനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലേക്ക് ഒരു മന്ത്രി എത്തിയത് എന്തുകൊണ്ട് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവും. ഇത് പ്രേതബാധയാണോ അച്ചോ, അതോ വേറെ വല്ല അസുഖമാണോ? വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രേതബാധ തന്നെയാണ്. മെഡിക്കൽ സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം. അല്ല, അത് ഒഴിപ്പിക്കുന്നതിന് അതിൻ്റെതായ രീതിയിൽ ഒഴിപ്പിക്കാം. ഇപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെന്റ് ചെയ്യാം. ആ സ്ഥലമാണ് നമുക്ക് ഒഴിപ്പിച്ചെടുക്കേണ്ടത്, ഈ കുരിശ് കൈക്കലാക്കിയല്ല വേണ്ടത്. പൊസസീവ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു തരം അസുഖവും ഉണ്ട്. എനിവേ, all these diseases are different versions of hysteria. അപ്പൊ ഇത് പ്രേതബാധ അല്ലെന്നാണ് അച്ഛൻ പറയുന്നത്? നിങ്ങളെ പോലുള്ള പീപ്പിൾസ് ഇതിനെ പ്രേതബാധ എന്ന് പറയും. വേറെ ചില മണ്ടന്മാർ ഇതിനെ സൈക്കാട്രിസ്റ്റ് കേസ് എന്ന് പറയും. ഇത് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ പരുന്തിലും അഥർവം എന്ന സിനിമയിലുമൊക്കെ മോഹൻലാലും മമ്മൂട്ടിയും ചെയ്ത ആഭിചാര പ്രവർത്തനങ്ങളുടെ ഒരു പരിച്ഛേദമാണ്. അങ്ങനെയുള്ള ഒരു സംഘടന സ്ഥാപിച്ച ഒരു കുരിശ് നീക്കുന്നതിൽ, അന്നേരം ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്ന ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ആഭിചാര ക്രിയകളിൽ ഏർപ്പെടുന്ന ഇവരുടെ ഒരു ഭൂമി തൊട്ടതിൽ ഇത്രയധികം ഇവരെ വ്യാകുലപ്പെടുത്തുന്നത് എന്താണ്? തീകുണ്ടങ്ങളുണ്ടാക്കി അതിന്റെ ചുറ്റിനും നിന്ന് പ്രാർത്ഥിക്കുകയും മരിച്ച ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് വേദോപദേശം നൽകി അവരെ സ്വർഗത്തിലേക്ക് അയക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇവരുടെ ഈ പ്രവർത്തനത്തിൽ ഇവർ അവകാശപ്പെട്ടിരുന്നത് കേരളം ആദരിക്കുന്ന EMS-നെ തിരിച്ചു വിളിപ്പിച്ച് ജ്ഞാനസ്നാനം ചെയ്ത് സ്വർഗത്തിലേക്ക് അയച്ചു എന്നാണ്.